മൈ ഗായ്സ്, വാവക്ക് എന്തായാലും കല്യാണം നോക്കണ്ടല്ലോ. അപ്പൊ ഒരു ബ്രൈഡൽ റെന്റൽ ഷോപ്പൊക്കെ വന്നിക്കാണ് നമ്മൾ വന്നിക്കണത് ഫറൂഖ് ചുങ്കത്തിലെ ഇലേരിയക്ക്. ഇവിടേക്ക് വരാനൊരു കാരണമുണ്ട്. ഇതിപ്പോ പുതിയതായിട്ട് ഇനാഗ്രേഷൻ ചെയ്ത പീടിയാണ്. ഇവിടെ 200-ലധികം ഡ്രസ്സുകൾ ഉണ്ട്. ബാക്കിയുള്ള ഷോപ്പുകളെ പോലെ ഓരോരുത്തർ ഉപയോഗിച്ച സാധനം കൊണ്ടു വെച്ചിക്കല്ല. അപ്പോൾ പുതിയതായിട്ട് ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത ചെന്നപ്പോ തന്നെ അവിടെ കുറെ ഇൻഫ്ലുവൻസർമാരൊക്കെ ഉണ്ട്. 3000 സ്ക്വയർ ഫീറ്റിലാണ് നമ്മളെ പീടിയ വരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വെഡിങ് റെന്റൽ ഷോപ്പാണ് നമ്മളെ ഇലാരിയ. ചെന്നപ്പോ അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റർമാരെ കൊണ്ട് കാലുത്താൻ വെച്ചു. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് പുഷ്പല ചേച്ചി. അവിടെ വന്ന ഇൻഫ്ലുവൻസർമാരൊക്കെ നല്ല ക്യാമറമാനും സെറ്റപ്പ് ഒക്കെ ആയിട്ട് വന്നു. നമ്മൾ കൂടുന്ന ക്യാമറമാൻ ആണെങ്കിലോ ബെൽറ്റ് കൂടി ഇട്ടിട്ടില്ല. അമ്മായി ക്യാമറമാൻ. ഓന്റെ കുറച്ച് റിസ്കി ഷോട്ടുകളൊന്നും കണ്ടോക്കി. ഞാനിത് ആദ്യം കണ്ടപ്പോ കിഴിപ്പൊറാട്ട എന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ലിപ്സ്റ്റിക് ഇട്ടക്കല്ല. നമ്മളെ പീടിയ വരുന്ന ഫറൂഖ് ആയതുകൊണ്ട് മലപ്പുറക്കാർക്കും കോഴിക്കോട്ടുകാർക്കും ഒരേപോലെ ആക്സസബിൾ ആണ്. കളക്ഷൻസ് ആണെങ്കിലും നല്ല കളക്ഷൻസ്. നിങ്ങളൊന്നും കണ്ടോക്കി. ഇവിടെ ഡ്രസ് മാത്രമല്ല കേട്ടോ, ബാഗും ചെരുപ്പും സൂസും എല്ലാം. ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് ഒരു ഓഫറും കൂടി കൊടുക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ബ്രൈഡിന് ഒരു ഫ്രീ ട്രയൽ മേക്കപ്പ്. അവിടെ ചെന്നപ്പോഴാണ് റമദാൻ മാസമായിട്ട് ഈ പെണ്ണ് വയറും കാട്ടിക്കുന്നത്. ഇതൊന്ന് സൂപ്പർ വാവായിട്ട് ഉറപ്പിക്കും. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 11-11:30 ആയപ്പോ പിള്ളേർക്ക് ഒരു പൂതി പൊന്നാനി പോവാൻ. നമ്മൾ നേരെ പോയത് കർമ്മ റോട്ട്. ഇവിടുന്ന് ഓരോ കൊത്തുപൊറാട്ടി, ചെമ്മീൻ, പാൽക്കാപ്പി, പിന്നെ ഓരോ നെയ്പ്പത്തല് ബീഫ് എടുത്തു. കൊത്തുപൊറാട്ടൊക്കെ ടേസ്റ്റ് കൊണ്ട് 2 പ്ലേറ്റ് ആണ് ഓർഡർ ആക്കി. ഫുഡൊന്നും ഒരു രക്ഷയില്ല. അതും ആ സമയത്ത് 12:30 അടിപൊളി. കർമ്മ റോട്ടിലെ ടാമറിന്റെ മസ്റ്റ് ട്രൈ സാലാണ്. അവിടുന്ന് പോകുന്നത് നമ്മൾ ഇനി ഒരു ഐലൻഡ് പോവാം. തോണിയിൽ കയറി കണ്ടുപോകണം ഐലൻഡ്. നമ്മളെ പാട്ടൊന്നാണ് മാറ്റണം. നമ്മളെ കൂടെ നമ്മൾ നിഹാൽക്കിന്റെ ഓൻ്റെ മിജുബായും. നമ്മളങ്ങനെ നമ്മളെ ഗ്രോവിൻ ഐലൻഡ് ഇവിടെ രാത്രി വേറെ തന്നെ വൈകിട്ട് ഒരു ചായ കുടിച്ചാൽ തൊട്ടിലെ കണ്ടാൽ ആടുമ്പോഴല്ലോ വേറെ തന്നെ.